കഴിഞ്ഞ ദിവസം നിങ്ങളുമായിട്ട് പങ്കുവെച്ച ലിറ്റിൽ കൈറ്റ്സ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസിൻ്റെ തുടർന്നുള്ള ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ. കഴിഞ്ഞ ദിവസം 5 ചോദ്യങ്ങൾ ചർച്ച ചെയ്തു. ഇന്നത്തെ വീഡിയോയിലൂടെ അതിൻ്റെ തുടർന്നുള്ള ചോദ്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ചോദ്യം 6. താഴെ തന്നിരിക്കുന്നതിൽ ഡോക്യുമെൻറ്റ് ഫൗണ്ടേഷൻ്റെ ലോഗോ ഏതാണ് എന്നതാണ് 6ാമത്തെ ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ ലോഗോ ആണ്, ഓപ്ഷൻ എ ആയി തന്നിരിക്കുന്നത്. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഓപ്പൺ ഓഫീസിൻ്റെ ലോഗോ ആണ്, ഓപ്ഷൻ ബി ആയി തന്നിരിക്കുന്നത്. ഓപ്ഷൻ സി ഡോക്യുമെൻറ്റ് ഫൗണ്ടേഷൻ്റെ ലോഗോ ആണ്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റിൻ്റെയും ലോഗോ ആണ്. ഈ 6ാമത്തെ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി യാണ് ശരിയായ ഉത്തരം. അതായത് ഡോക്യുമെൻറ്റ് ഫൗണ്ടേഷൻ്റെ ലോഗോ ആണ് ഈ ഓപ്ഷൻ സി ആയി തന്നിരിക്കുന്നത്. അടുത്തതായി 7ാമത്തെ ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്ന ആശയ ചിത്രീകരണം ഏത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് തയ്യാറാക്കിയത് എന്നതാണ് 7ാമത്തെ ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ലിബർ ഓഫീസ് കാൽക്ക്, ഓപ്ഷൻ ബി ലിബർ ഓഫീസ് ഡ്രോ, ഓപ്ഷൻ സി ലിബർ ഓഫീസ് ഇംപ്രസ്, ഓപ്ഷൻ ഡി ലിബർ ഓഫീസ് റൈറ്റർ. ഈ 4 സോഫ്റ്റ്വെയറുകളും 4 തരത്തിലാണ് നമ്മെ സഹായിക്കുന്നത്. ഈ ലിബർ ഓഫീസ് കാൽക്ക് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഗ്രാഫ് തയ്യാറാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഫ്ലോ ചാർട്ട്സ് ഒക്കെ തയ്യാറാക്കാൻ സാധിക്കുന്നൊരു സോഫ്റ്റ്വെയർ ആണ് ലിബർ ഓഫീസ് കാൽക്ക് എന്ന് പറയുന്നത്. ലിബർ ഓഫീസ് ഡ്രോ ഉപയോഗിച്ചുകൊണ്ടാണ് ഗ്രാഫിക്സ്, ഇമേജസ് അതുപോലെ തന്നെ പോസ്റ്റേഴ്സൊക്കെ തയ്യാറാക്കാൻ സാധിക്കുന്നത്. അടുത്തതായിട്ട് ലിബർ ഓഫീസ് ഇംപ്രസ് ഉപയോഗിച്ചുകൊണ്ടാണ് പ്രസൻറ്റേഷൻ ചെയ്യാൻ സാധിക്കുന്നത്, സ്ലൈഡ് ഷോ പ്രസൻറ്റേഷൻ ചെയ്യാൻ സാധിക്കുന്നത്. ലിബർ ഓഫീസ് റൈറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് വേർഡ് പ്രോസസ്സിങ് അതുപോലെ തന്നെ കത്തുകൾ, ആശംസാ കാർഡുകളൊക്കെ തയ്യാറാക്കാൻ സാധിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ലിബർ ഓഫീസ് റൈറ്റർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഈ 7ാമത്തെ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ലിബർ ഓഫീസ് ഡ്രോ ആണ് ശരിയായ ഉത്തരം. അതായത് ലിബർ ഓഫീസ് ഡ്രോ ഉപയോഗിച്ചുകൊണ്ടാണ് ഗ്രാഫിക്സ്, ഇമേജസ്, പോസ്റ്റേഴ്സൊക്കെ തയ്യാറാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ 7ാമത്തെ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ലിബർ ഓഫീസ് ഡ്രോ ആണ്. ചോദ്യം 8. താഴെ തന്നിരിക്കുന്നതിൽ ലിബർ ഓഫീസ് ഡ്രോയിൻ്റെ ജാലകം ഏതാണ് എന്നതാണ് 8ാമത്തെ ചോദ്യം. ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 4ലും പല സോഫ്റ്റ്വെയറുകളുടെ ജാലകങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. ഇതിലെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് 4ാമതായി, അതായത് ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ലിബർ ഓഫീസ് ഡ്രോയുടെ ജാലകം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം. 9ാമത്തെ ചോദ്യം നോക്കാം. ഇവയിൽ ലിബർ ഓഫീസ് ഡ്രോയിൽ തയ്യാറാക്കിയ ഫയൽ ഏതാണ്? ഓപ്ഷൻ എ Kerala.odt, ഓപ്ഷൻ ബി Kerala.ods, ഓപ്ഷൻ സി Kerala.odg, ഓപ്ഷൻ ഡി Kerala.odp. ഈ 4 ഓപ്ഷനുകളിലും കോമൺ ആയിട്ടുള്ളൊരു നെയിമാണ് കേരള എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേരള എന്ന് പറയുന്നത് വെറും ഒരു ഫയൽ നെയിം മാത്രമാണ്. ഇപ്പോൾ ആരാണോ ഈ ഒരു ഫയൽ തയ്യാറാക്കിയത് ആ വ്യക്തി കൊടുക്കുന്ന വെറും ഒരു ഫയൽ നെയിം മാത്രമാണ് കേരള എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള .odt, .ods, .odg, .odp എന്ന് പറയുന്നതൊക്കെയാണ് ഈ ചോദ്യത്തിൻ്റെ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമെന്ന് പറയുന്നത്. ODT, ആദ്യം തന്നെ ഈ ODT എന്താണെന്ന് അറിയണം. ODT എന്ന് പറയുന്നത് ഓപ്പൺ ഡോക്യുമെൻറ്റ് ടെക്സ്റ്റിനെയാണ് ODT എന്ന് പറയുന്നത്. ആ ODT എന്ന് പറയുന്ന ഓപ്പൺ ഡോക്യുമെൻറ്റ് ടെക്സ്റ്റ് അഥവാ ODT, ആ ഒരു ഫയലിൽ ODT എന്ന് കാണുന്ന ആ ഒരു ഫയലിൽ അടങ്ങിയിരിക്കുന്നത് ഒരു വേർഡ് പ്രോസസ്സിങ്ങോ അല്ലെങ്കിൽ ഒരു കത്തുകളോ ആശംസാ കാർഡുകളോ മറ്റ് എന്തെങ്കിലും ആയിരിക്കും ആ ഒരു ODT എന്ന് പറയുന്ന ഒരു ഫയലിൽ അടങ്ങിയിരിക്കുന്നത്. ഈ ഒരു ODT, ODS, ODG, ODP എന്നൊക്കെ പറയുന്നതൊക്കെ ഏത് തരത്തിലുള്ള ഫയലാണ് എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്ന ഒരു വഴിയാണ് ഈ ODTയും ODSും ODGയും ODPയൊക്കെ. അടുത്തതായിട്ട് ODS എന്താണെന്ന് നോക്കാം. ODS എന്ന് പറയുന്നത് ഓപ്പൺ ഡോക്യുമെൻറ്റ് സ്പ്രെഡ്ഷീറ്റിനെയാണ് ODS എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായത് ഒരു ലിബർ ഓഫീസ് കാൽക്ക് പോലുള്ള സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് തയ്യാറാക്കിയ ഒരു ഫയലായിരിക്കും Kerala.ods എന്ന് പറയുന്നത്. അടുത്തതായിട്ട് .odg ഓപ്പൺ ഡോക്യുമെൻറ്റ് ഗ്രാഫിക്സിനെയാണ് .odg എന്ന് അറിയപ്പെടുന്നത്. അതായത് ഒരു ലിബർ ഓഫീസ് ഡ്രോ പോലുള്ള സോഫ്റ്റ്വെയറൊക്കെ ഉപയോഗിച്ച് തയ്യാറാക്കിയ ഒരു
ഫയലാണ് ODG എന്ന് പറയുന്നത്. അടുത്തതായിട്ട് .odp ഓപ്പൺ ഡോക്യുമെൻറ്റ് പ്രസൻറ്റേഷനെയാണ് ODP എന്ന പേരിൽ അറിയപ്പെടുന്നത്. ODP ഒക്കെ തയ്യാറാക്കിയിരിക്കുന്നത് ലിബറോഫീസ് ഇംപ്രസ് പോലുള്ള സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചാണ് ഓപ്പൺ ഡോക്യുമെൻറ്റ് പ്രസൻറ്റേഷൻ അഥവാ ODP എന്ന പേരിൽ അറിയപ്പെടുന്ന ഫയലുകളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഈ 9ാമത്തെ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, Kerala.odg. ഈ ചോദ്യം എന്ന് പറയുന്നത് ഈ ലിബ്രെഓഫീസ് ഡ്രോയിൽ തയ്യാറാക്കിയ ഫയൽ ഏതാണ് എന്നതാണ് 9ാമത്തെ ചോദ്യം. അതിൻ്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് Kerala.odg. ഈ ODTയും ODS-ഉം ODGയും ODPയും ഇതിൻ്റെ ഫുൾ ഫോമും അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഈ ഓരോ ഫയൽ നെയിമും ഏത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നതും എന്നുകൂടി അറിഞ്ഞിരിക്കുക. ചോദ്യം 10. സ്ലൈഡ് പ്രസൻറ്റേഷന് താഴെ തന്നിരിക്കുന്നതിൽ ഏത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് തയ്യാറാക്കുന്നത്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ലിബ്രെഓഫീസ് കാൽക്ക്, ഓപ്ഷൻ ബി ലിബ്രെഓഫീസ് ഡ്രോ, ഓപ്ഷൻ സി ലിബ്രെഓഫീസ് ഇംപ്രസ്, ഓപ്ഷൻ ഡി ലിബ്രെഓഫീസ് റൈറ്റർ. ഈ ചോദ്യത്തിൻ്റെ 10ാമത്തെ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ലിബ്രെഓഫീസ് ഇംപ്രസ് ആണ്. ലിബ്രെഓഫീസ് ഇംപ്രസ് ഉപയോഗിച്ചുകൊണ്ടാണ് പ്രസൻറ്റേഷൻ സ്ലൈഡ് ഷോയൊക്കെ ചെയ്യാൻ സാധിക്കുന്നത്. ചോദ്യം 11. ലിബ്രെഓഫീസ് ഇംപ്രസിൽ സ്ലൈഡുകൾ ഫുൾ സ്ക്രീനായി പ്രദർശിപ്പിക്കുന്നതിനുള്ള ശരിയായ സ്റ്റെപ്പ് താഴെ നൽകിയിരിക്കുന്നതിൽ ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ വ്യൂ, ഓപ്ഷൻ ബി വിൻഡോ, എ ന്യൂ വിൻഡോ, ഓപ്ഷൻ സി സ്ലൈഡ് ഷോ, സ്റ്റാർട്ട് ഫ്രം ഫസ്റ്റ് സ്ലൈഡ്, ഓപ്ഷൻ ഡി സ്ലൈഡ്, എക്സ്പാൻഡ് സ്ലൈഡ്. ഈ 11ാമത്തെ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, അതായത് സ്ലൈഡ് ഷോ, സ്റ്റാർട്ട് ഫ്രം ഫസ്റ്റ് സ്ലൈഡ്. അടുത്തതായി 12ാമത്തെ ചോദ്യം നോക്കാം. ലിബ്രെഓഫീസ് ഇംപ്രസിൽ സ്ലൈഡുകൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള ഷോർട്ട് കട്ട് കീ ഏതാണ് എന്നാണ് 12ാമത്തെ ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ F5, ഓപ്ഷൻ ബി F7, ഓപ്ഷൻ സി F4, ഓപ്ഷൻ ഡി F2. 12ാമത്തെ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ F5 ആണ്. ലിബ്രെഓഫീസ് ഇംപ്രസിൽ സ്ലൈഡുകൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് ഓപ്ഷൻ എ F5 ആണ് 12ാമത്തെ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം. അടുത്തതായി 13ാമത്തെ ചോദ്യം നോക്കാം. താഴെ നൽകിയിരിക്കുന്നതിൽ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏത്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ മൈക്രോസോഫ്റ്റ് എക്സൽ, ഓപ്ഷൻ ബി GNumeric, ഓപ്ഷൻ സി ഓപ്പൺഓഫീസ് കാൽക്ക്, ഓപ്ഷൻ ഡി കാലിഗ്രാഫ് സ്റ്റേജ്. മൈക്രോസോഫ്റ്റ് എക്സലും GNumericഉം ഓപ്പൺഓഫീസ് കാൽക്കുമെല്ലാം ഒരു സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ്. ഇതിലെ ഒരു സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ അല്ലാത്തത് കാലിഗ്രാഫ് സ്റ്റേജ് മാത്രമാണ്. ഈ കാലിഗ്രാഫ് സ്റ്റേജ് ഒരു പവർ പോയിൻറ്റ് സോഫ്റ്റ്വെയർ ആണെന്ന് കൂടി ഓർത്തു വെക്കുക. 13ാമത്തെ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി കാലിഗ്രാഫ് സ്റ്റേജ് ആണ്. 14ാമത്തെ ചോദ്യം നോക്കാം. ജ്യാമിതീയ രൂപങ്ങളുടെ നിർമ്മാണവും പഠനത്തിനും സഹായിക്കുന്ന ഈ ഗണിതശാസ്ത്ര സോഫ്റ്റ്വെയർ ഏതാണ് എന്നതാണ് 14ാമത്തെ ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഗൽജിയം, ഓപ്ഷൻ ബി ജിയോജിബ്ര, ഓപ്ഷൻ സി കെമിക്കൽ, ഓപ്ഷൻ ഡി Gplate. ഈ ഗൽജിയം എന്ന് പറയുന്നത് ഒരു കെമിസ്ട്രി സോഫ്റ്റ്വെയർ ആണ്. ആ സോഫ്റ്റ്വെയറിലൂടെ നമുക്ക് പീരിയോഡിക് ടേബിൾ, അതുപോലെ തന്നെ കെമിക്കൽ റെഫറൻസ്, കെമിക്കൽ ഇക്വേഷൻസ്, മോളിക്യൂളുകളുടെ 3D വ്യൂ ഒക്കെ കാണാൻ സാധിക്കുന്ന, അതൊക്കെ ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഗൽജിയം എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ജിയോജിബ്ര എന്ന് പറയുന്നത് ജ്യാമിതീയ രൂപങ്ങളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ഒരു ഗണിതശാസ്ത്ര സോഫ്റ്റ്വെയർ ആണ്. ഓപ്ഷൻ ബി ജിയോജിബ്ര എന്ന് പറയുന്നത്. ഓപ്ഷൻ സി കെമിക്കൽ എന്ന് പറയുന്നതും ഒരു കെമിസ്ട്രി സോഫ്റ്റ്വെയർ ആണ്. ഓപ്ഷൻ ഡി Gplate എന്ന് പറയുന്നത് ഒരു ജിയോഗ്രാഫിക് ഇൻഫർമേഷനൊക്കെ തരുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് Gplate എന്ന് പറയുന്നത്. 14ാമത്തെ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ജിയോജിബ്രയാണ്. 15ാമത്തെ ചോദ്യം നോക്കാം. താഴെ നൽകിയിരിക്കുന്നതിൽ ഏത് ടൂൾ ഉപയോഗിച്ചാണ് ജിയോജിബ്രയിൽ കോണളവ് രേഖപ്പെടുത്തുന്നത്? ഇതിലെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് 15ാമത്തെ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആയി തന്നിരിക്കുന്ന ടൂൾ ഉപയോഗിച്ചുകൊണ്ടാണ് ജിയോജിബ്രയിൽ കോണളവ് രേഖപ്പെടുത്താൻ സാധിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ 10 ചോദ്യങ്ങൾ പരിചയപ്പെട്ടു. ആ 10 ചോദ്യങ്ങളും മനസ്സിലായി എന്ന് കരുതുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക.
അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയുടെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകൾക്കായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.